ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നിട്ട് 10 ദിവസം പിന്നിടുന്നു. മലയാളികളെ ആകെ നൊമ്പരപ്പെടുത്തി അർജുൻ കാണാമറയത്ത് തുടരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം അർജുൻ്റെ മടങ്ങിവരവനായുള്ള പ്രാർത്ഥനയിലാണ് ഒരു കുടുംബവും ഒപ്പം മലയാളികളും. ഈ സംഭവം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ദുരന്തമുഖത്തെ ക്രമീകരണങ്ങളും നടപടികളും എങ്ങനെയായിരിക്കണം? ഇതിനെക്കുറിച്ച് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. ദുരന്തം ഉണ്ടാകുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും പരിസരവാസികളുടെയും നാട്ടുകാരുടെയും അനുഭവങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കാതെയുള്ള രക്ഷാപ്രവർത്തനം തികഞ്ഞ പരാജയമായിരിക്കും. ഈ സംഭവം അത് വീണ്ടും തെളിയിക്കുന്നുണ്ട്. മറ്റൊന്ന്, വിദഗ്ധരെന്ന് നടിക്കുന്നവരുടെയോ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയാൽ നേർവിപരീത ഫലമാകും ഉണ്ടാകുക. ഇതും ഒരു വലിയ പാഠമാണ്. അതിനേക്കാൾ ഉപരിയായി കാലാവസ്ഥ എന്ന പ്രധാന ഘടകത്തെ പരിഗണിക്കാതെയുള്ള രക്ഷാപ്രവർത്തനവും സമയബന്ധിതമായി തീർക്കാനുള്ള പ്ലാനും ഇല്ലാതെ പോയാൽ രക്ഷാപ്രവർത്തനം എങ്ങും എത്തില്ല. പ്രദേശത്തെ രക്ഷാപ്രവർത്തന വിവരങ്ങളും പ്രതികൂല കാലാവസ്ഥാ മുന്നറിയിപ്പും സമൂഹ മാധ്യമങ്ങളിലൂടെ അപ്ഡേറ്റ് ചെയ്ത കാർവാർ SP നാരായണയെ ദുരന്തമുഖത്ത് സെൽഫി എടുത്ത് കളിക്കുന്നുവെന്ന് അധിക്ഷേപിച്ചു. കുറച്ചൊരു കുറ്റബോധത്തോടെ പറയട്ടെ, മാധ്യമങ്ങളും കുറ്റപ്പെടുത്തുന്ന വാർത്തകളാണ് നൽകിയത്. എന്നാൽ തങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടായ ഈ അധിക്ഷേപം പോലും കാര്യമാക്കാതെ കർണാടക പോലീസ് ദുരന്തത്തിൽ പെട്ടുപോയ ഒരു മലയാളിക്ക് വേണ്ടി കേരളം എന്ന നാട് ഒന്നിക്കുന്നതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണത്. ഷിരൂരിലെ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുകൂടി ഒഴുകുന്ന ഗംഗാവാലി എന്ന പുഴയുടെയും അതിൻ്റെ പ്രത്യേകതകളും ഷിരൂർ കുന്നിൻ്റെ ചരിവിലെ മണ്ണിടിച്ചിലിൻ്റെ രീതിയും നാട്ടുകാർ തുടക്കം മുതൽ രക്ഷാപ്രവർത്തകർക്ക് സൂചനയായി നൽകുന്നുണ്ടായിരുന്നു. ആ അഭിപ്രായങ്ങളെയെല്ലാം ഒഴിവാക്കി പുറമേ നിന്നുള്ള വിദഗ്ധരെത്തി വെറുതെ മണ്ണ് മാന്തി സമയം കളഞ്ഞതാണ് ഈ രക്ഷാപ്രവർത്തനത്തെ ഇത്രയും അധികം വലിച്ചു നീട്ടിക്കൊണ്ടുപോയത്. ഒരു മലയിടിഞ്ഞ് വരുമ്പോൾ അതിനു മുന്നിലുള്ള വസ്തുക്കളെയെല്ലാം ഒരുപോലെ വഹിച്ചുകൊണ്ട് അടിവാരത്തേക്ക് പോകുന്നു എന്ന സാമാന്യ തത്വം പഠിപ്പിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പഴഞ്ചരെന്ന് വിളിച്ച് നമ്മുടെ മലയാളികൾ ഉൾപ്പെടുന്ന വിദഗ്ധർ അകറ്റി നിർത്തുകയായിരുന്നു. അതിൻ്റെ ഫലം കുറഞ്ഞത് 5 ദിവസം രക്ഷാപ്രവർത്തനം വൈകിയതാണ്. എന്നാൽ പുഴയിലെ തെരച്ചിൽ ഉൾപ്പെടെ ചെയ്ത കാര്യങ്ങൾ പോലും ഭംഗിയായി പൂർത്തിയാക്കാൻ കർണാടക ഉദ്യോഗസ്ഥരെ സമ്മതിക്കാതെ മലയാളി ഐക്യം വിളിച്ചു പറഞ്ഞ് ചിലർ ചാടിയിറങ്ങി അലമുറയിട്ടുകൊണ്ട് അവിടെ സീൻ സൃഷ്ടിക്കുകയായിരുന്നു. മലയാളികളായ ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല, വിവേചനം കാട്ടുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് കർണാടക പോലീസിനെ അധിക്ഷേപിക്കാൻ കാട്ടിയ വ്യഗ്രത ചെറുതായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്ത സ്ഥലങ്ങളിലേക്ക് അനാവശ്യമായുള്ള ആളുകളുടെ പ്രവേശനം തടയുന്നു എന്നതും അതിൻ്റെ കാരണം എന്താണെന്നതും ഇവിടെ വ്യക്തമാകുന്നുണ്ട്. ഇത്തരത്തിൽ ലക്ഷ്യബോധമില്ലാതെ നടത്തിയ രക്ഷാപ്രവർത്തനം വിപരീത ഫലമുണ്ടാക്കിയെന്ന് മാത്രമല്ല, ആശയക്കുഴപ്പവും സൃഷ്ടിച്ചു. ആളുകൂടിയാൽ പാമ്പ് ചാകില്ല എന്ന പഴമൊഴി പോലെ ഒടുവിൽ അർജുൻ രക്ഷാദൗത്യം ഒരു പ്രഹസനമായി അവസാനിക്കുമെന്ന് പറയാവുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇത്തരം ദുരന്ത സാഹചര്യങ്ങളെ വളരെ വൈകാരികമായി സമീപിക്കുന്നതും മറ്റൊരു ദോഷമായി മാറുന്നു. യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം എന്നത് എടുത്തു ചാടിയുള്ള എന്തും ചെയ്യലും കാട്ടിക്കൂട്ടലുമല്ല, മറിച്ച് പ്രായോഗിക ബുദ്ധിയോടെ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അത് കുറഞ്ഞ സമയം കൊണ്ട് നടപ്പിൽ വരുത്താനുള്ള കഴിവാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത് വിരുദ്ധ അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ കർണാടകയിലെ പോലീസിനെയോ മറ്റ് രക്ഷാപ്രവർത്തകരെയോ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളികളിൽ ചിലർ ആശങ്ക കൊണ്ടും മറ്റു ചിലർ രക്ഷാപ്രവർത്തക വിദഗ്ധരായി അഭിനയിച്ചും തട്ടിവിട്ട അഭിപ്രായങ്ങളാണ് തിരിച്ചടിയായത്.